ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് അല്ലേ, ഉയർന്നു വരുന്ന വ്യാപാര രീതികൾ, വാണിജ്യ രീതികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഡിജിറ്റൈസേഷൻ, ഈ ഒരു സാങ്കേതികവൽക്കരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഒരുപാട് ഈ ബിസിനസ്സും ഈ കൊമേഴ്സും എന്താണെന്ന് നമ്മൾ പരസ്പരം കമ്പയർ ചെയ്ത് പഠിച്ചു. ഈ ബിസിനസ്സാണ് ഒരു ബ്രോഡർ ടേം, വലിയൊരു വിശാലമായിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സാണ്. ഈ കൊമേഴ്സ് എന്താണ്? ഈ ബിസിനസ് ഉൾക്കൊള്ളുന്ന, ഈ ബിസിനസ്സിലുള്ളൊരു കോമ്പണൻ്റാണ്, ഒരു ഘടകമാണ് ഈ കൊമേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഡിജിറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട്, നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഫങ്ഷൻസാണ്? പ്രൊഡക്ഷന്, ഫൈനാൻസ്, അതായത് ഉൽപ്പാദനം, ഫൈനാൻസ്, മൂലധനം, മാർക്കറ്റിംഗ്, വിപണനം, അതുപോലെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, മാനേജിങ്, ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഇതൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് ഈ ഒരു ഈ ബിസിനസ് കൊണ്ട്, ഇലക്ട്രോണിക് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻ്ററാക്ഷൻസ് നടക്കും നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഒരു 3 കാറ്റഗറി പറഞ്ഞിരുന്നു. B2Bയും അതുപോലെ B2Cയും ഇൻട്രാ ബി കൊമേഴ്സും. ഓക്കെ, B2B എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ടു ബിസിനസ്സാണ്. അതായത് interact with a large number of other business firms which may be suppliers or vendors or diverse inputs. നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് മറ്റു വസ്തുക്കളുണ്ടാവില്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറൊരു ബിസിനസ് ഫേമിനെ കോൺടാക്ട് ചെയ്യും. അവർ തമ്മിൽ നടക്കുന്ന ഒരു ഇൻ്ററാക്ഷനാണ് എന്തുദ്ദേശിക്കുന്നത്? B2B കൊമേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദേ മേ ബി എ പാർട്ട് ഓഫ് എ ചാനൽ ത്രൂ വിച്ച് എ ഫേം ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ്. ഇനി ഒരു പക്ഷേ എന്തായിരിക്കാം, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, ഉൽപ്പന്നം അതിൻ്റെ കൺസ്യൂമേഴ്സിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള ചാനലായിട്ട്, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് ഫേമുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഫോർ പ്ലേസിങ് ഓർഡേഴ്സ്. നമ്മൾ ഓർഡറൊക്കെ സ്വീകരിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ, വാട്സപ്പിലൊക്കെ നമ്മൾ ഒരുപാട് സെയിൽസ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ. അതുപോലെ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഗൂഗിൾ പേയിലൂടെയൊക്കെ പേയ്മെൻറ്റ് നടത്തുക, ഡെലിവറി ചെയ്യുക, ഇംപ്രൂവ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ എവിടെയാണ് ലൊക്കേഷനൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് സാധനങ്ങൾ കൺസ്യൂമേഴ്സിന് എത്തിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് B2B കൊമേഴ്സിലുണ്ട്. നെക്സ്റ്റ് B2C കൊമേഴ്സ്, ദെൻ B2B കൊമേഴ്സ്, B2C. B2B ആണ് നമ്മൾ ബിസിനസ് ടു ബിസിനസ് ആണ് പറഞ്ഞത്. ഇനി B2C ഉദ്ദേശിക്കുന്നത് ബിസിനസ് ടു കസ്റ്റമേഴ്സ്, അതായത് ഓൺലൈൻ ഷോപ്പിംഗ്. ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് എന്ത്, ഓൺലൈൻ ഷോപ്പിങ്ങിലെ B2C, ബിസിനസ് ടു കസ്റ്റമേഴ്സ്. സെല്ലിംഗ് ഈസ് ദ ഔട്ട്കം ഓഫ് ദി മാർക്കറ്റിംഗ് പ്രോസസ്സ്. നമ്മളൊരു കാര്യം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ, എവിടെയാണ് അതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് കണ്ടെത്തി നടത്തുകയാണെങ്കിൽ അതിൻ്റെ സെല്ലിങ് എന്നുള്ളത്, ആ സാധനം വിൽക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഔട്ട്കമാണ് അല്ലേ. നല്ല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നല്ല സെയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു B2C ഉദ്ദേശിക്കുന്നത് ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. ആർക്കാണോ എത്തിക്കേണ്ടത് അവരിലേക്ക് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനാണ് B2C കൊമേഴ്സിൽ ഉദ്ദേശിക്കുന്നത്. Marketing begins well before a product is offered for sale and continues even after the product has been sold. അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് വരെ നമ്മൾ എന്തെല്ലാം ഇൻ്ററാക്ഷൻസ് നടത്തുന്നു അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളും, ഈ B2C കൊമേഴ്സിൽ ഉൾക്കൊള്ളും. മാർക്കറ്റിംഗ് ബിഗിൻ ചെയ്യുന്നത് എവിടുന്നാണ്? മാർക്കറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് മുതൽ അത് വിറ്റഴിക്കുന്നത് വരെ എന്ത് പ്രോസസ്സാണ്? മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോടുള്ള ഒരു ഇൻ്ററാക്ഷനാണ് B2C കൊമേഴ്സിൽ വരുന്നത്. ദെൻ ഇ-കൊമേഴ്സ് പെർമിറ്റ് ദ കോണ്ടക്ട് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് അറ്റ് എ മച്ച് ലോവർ കോസ്റ്റ് ആൻഡ് ഹൈ സ്പീഡ്. നമുക്കറിയാം ഓൺലൈൻ ഷോപ്പിംഗ് വളരെ കുറഞ്ഞ കോസ്റ്റിലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം,
സാധനം ഡെലിവേർഡ് ആവും എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിനുണ്ട്. ഫോർ എക്സാമ്പിൾ ATM സ്പീഡ്സ് അപ്പ് ദ വിഡ്രോവൽ ഓഫ് മണി. നമ്മളിപ്പോൾ ബാങ്കിൽ പോയി ക്യാഷ് എടുക്കുന്നതും അതുപോലെ ATM നിന്ന് ക്യാഷ് എടുക്കുന്നതും രണ്ടാണ്. ATMൻ്റെ ഒരു തുടക്കം മുഖേന എന്തായി, വളരെ പെട്ടെന്ന് നമുക്ക് ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും പൈസ ലഭിക്കുന്നൊരു സിസ്റ്റം വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പോൾ അവർ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനേക്കാളും അവർക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്, കൺവീനിയൻസ്, അവർക്ക് കിട്ടുന്നൊരു സൗകര്യം, അതാണ് അവർ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. അതാണ് ഈ കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ B2C ഉള്ള പോലെ തന്നെ C2B, കസ്റ്റമേഴ്സും ബിസിനസ് ഫേമും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. എങ്ങനെയാണ്? പ്രൊവൈഡ് കൺസ്യൂമേഴ്സ് വിത്ത് ദ ഫ്രീഡം ഓഫ് ഷോപ്പിംഗ് അറ്റ് വിൽ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യണം. അതായത് കസ്റ്റമേഴ്സ്, നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരു സൈറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ആരാണ്, ഏത് കമ്പനിയാണ് കൊടുക്കുന്നത്, അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഇന്നത്തെ ഓൺലൈൻ ഷോപ്പിങ്ങിനുണ്ടല്ലേ. അപ്പോൾ ഒരു ഫ്രീഡം ഓഫ് ഷോപ്പിംഗ്, അത് ഇത്തരത്തിലുള്ളൊരു ഇൻട്രാക്ഷനാണ് B2C എന്നാണ് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് ടു കൺസ്യൂമർ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് they can also make use of call centers set up by companies to make toll-free calls to make queries and large complaints round the clock at no extra cost to them. അതായത് ഇങ്ങനെയുള്ള നമുക്ക് ഡെലിവറി ചെയ്യുന്നതും അതുപോലെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനൊന്നും എക്സ്ട്രാ ചാർജ് ഒരിക്കലും ഈ ഒരു കമ്പനി ചാർജ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രാ ബി കൊമേഴ്സ്. എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആർ ഫ്രം വിത്തിൻ എ ഗിവൺ ബിസിനസ് ഫേം. നെയിം ഈസ് ഇൻട്രാ, അതായത് ഒരു ബിസിനസ് ഫേമിനകത്ത് തന്നെ ഉള്ള ട്രാൻസാക്ഷനാണ് ഇൻട്രാ ബി കൊമേഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇ കൊമേഴ്സ് ആൻഡ് ഇ ബിസിനസ്. ഇ കൊമേഴ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബിസിനസ് ഫേമിൻ്റെ ഇൻ്ററാക്ഷൻ ആരുമായിട്ട്, സപ്ലയേഴ്സ്, അതിൻ്റെ സപ്ലൈക്കാരുമായിട്ടും അതുപോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ് ഇ കൊമേഴ്സിൽ വരുന്നത്. അതാണ് B2B നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഇൻട്രാ ബി എന്ന് പറയുന്നത്, വൈൽ ഇ ബിസിനസ് ഈസ് എ മച്ച് വൈഡർ ടേം ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ യൂസ് ഓഫ് ഇൻട്രാനെറ്റ് ഫോർ മാനേജിങ് ഇൻട്രാക്ഷൻസ്. അതായത് B2Bയും B2Cയും വരുന്നത് ഈ കൊമേഴ്സിലാണ്. ഓക്കെ, പക്ഷേ ഈ ബിസിനസ്സിൽ വരുന്നതാണ് ഈ ഒരു ഇൻട്രാ ബി കൊമേഴ്സ് എന്നുള്ളത്. എന്താണ് അതിന് ഉദ്ദേശിക്കുന്നത്? ഈ ബിസിനസ് വൈഡർ ടേമാണ്, വലിയ വിശാലമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ബിസിനസ് എന്നുള്ളത്. ഈ കൊമേഴ്സ് ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ്. അതിലാണ് വരുന്നത് ഇൻട്രാനെറ്റ് ഫോർ മാനേജിങ് ഇൻറ്ററാക്ഷൻസ് ആൻഡ് ഡീലിംഗ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് പേഴ്സൺസ് വിത്തിൻ ദി ഫേം. ഫേമിനകത്ത് തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ വലിയൊരു ബിസിനസ് ഫേമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരിക്കില്ലേ. ഓരോ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുക, അതിൻ്റെ റോ മെറ്റീരിയൽ കൊണ്ടുവരിക, അത് മാർക്കറ്റ് ചെയ്യുക, അത് ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഓരോ ബിസിനസ്. അപ്പോൾ ഈ ഒരു ബിസിനസ് ഫേമിനകത്തുള്ള ആളുകൾ, അകത്തുള്ള ബ്രാഞ്ചുകൾ, അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ളൊരു ഇൻ്ററാക്ഷനാണ് എന്ത്, ഇൻട്രാ ബി കൊമേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും ഒരു ഫേമിൽ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാം, പരസ്പരം കോണ്ടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? എഫിഷ്യൻ്റായിട്ടുള്ള ക്യാഷ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി, അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾ അവിടെയുള്ള ജോലിക്കാരെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു ഇൻട്രാ ബി കൊമേഴ്സ് ത്രൂ ഇൻ്റർനെറ്റ്, അതായത് ഫേമിനകത്ത് തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് നേരത്തെ പറയാത്ത ഒന്നാണ് C2C, അതായത് കസ്റ്റമേഴ്സ് കൺസ്യൂമർ ടു കൺസ്യൂമർ. അതായത് ഒരു കൺസ്യൂമറിന് തുടങ്ങിയിട്ട് മറ്റൊരു കൺസ്യൂമറിൽ അവസാനിക്കുന്നത് തന്നെയാണ് ശരിക്കും എന്ത്, ബിസിനസ് എന്നുള്ളത് അല്ലേ.
നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുക. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു കൺസ്യൂമറാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുന്നത്, അത് അവസാനിക്കുന്നത് ആരുതിയിലാണ്, ഒരു കൺസ്യൂമറിലാണ്. അപ്പോൾ ഈ ഒരു കൊമേഴ്സ് എന്നുള്ളത് ബെസ്റ്റ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ഫോർ വിച്ച് ദർ ഇസ് നോ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം. ഈ ഒരു കൊമേഴ്സ് വളരെ ഈ ഒരു തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്നുള്ളത് ഒരു കറക്റ്റായിട്ട് മാർക്കറ്റ് മെക്കാനിസം ഇല്ലാത്തൊരു പ്രൊഡക്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക എന്നാണ് പറയുന്നത്. സെല്ലിംഗ് യൂസ്ഡ് ബുക്സ് ഓർ ക്ലോത്ത്സ് എയ്തർ ഓൺ ക്യാഷ് ഓർ ബാർട്ടർ ബേസിസ്. ദ വാസ്റ്റ് സ്പേസ് ഓഫ് ഇൻ്റർനെറ്റ് അലോസ് പേഴ്സൺ ടു ഗ്ലോബലി സെർച്ച് ഫോർ പൊട്ടൻഷ്യൽ ബയേഴ്സ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റർനെറ്റിന് സഹായത്തോടെ ഇതിന് പറ്റി നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റിയ ആളുകളെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൽ വളരെ വിപുലമായിട്ടുള്ളൊരു ഫെസിലിറ്റി തന്നെ ഉണ്ട് എന്നതാണ്. അഡീഷണലി ഇ-കൊമേഴ്സ് ടെക്നോളജി പ്രൊവൈഡ് മാർക്കറ്റ് സിസ്റ്റം security such as interaction with otherwise would have been missing if the buyers and sellers were to interact in anonymity in one-to-one transactions. Okay.